നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നടൻ ബാബുരാജ് പീഡിപ്പിച്ചെന്നാരോപിച്ച മുൻ ജൂനിയർ ആർട്ടിസ്റ്റിന്റെ വെളിപ്പെടുത്തൽ വലിയ കുരുക്കായി മാറുന്നു. ഇക്കാര്യം അന്ന് എറണാകുളം DCP ആയിരുന്ന എസ് ശശിധരനോട് പറഞ്ഞിരുന്നുവെന്ന വെളിപ്പെടുത്തലുകളും സ്ഥിരീകരണവുമാണ് നിർണായകമായത്. ഇക്കാര്യം നിലവിൽ മലപ്പുറം SP ആയ ശശിധരനും സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബാബുരാജിനെതിരെ ബലാത്സംഗ കുറ്റവും നിലനിൽക്കും. കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ എത്തിയാണ് യുവതി മൊഴി നൽകിയത്. ബാബുരാജിന്റെ രാജി നീളുന്നതിൽ അമ്മ പ്രസിഡന്റ് മോഹൻലാൽ കടുത്ത അതൃപ്തിയിലാണ്. അമ്മയിൽ നിന്നും ഒഴിയുമെന്ന നിലപാടിലാണ് ലാല്. ബാബുരാജിന്റെ രാജി നൽകാതിരിക്കൽ ലാലിന് കൂടുതൽ സമ്മർദ്ദമാകുന്നുണ്ട്. ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖിനെ പോലെ ബാബുരാജും അതിവേഗം ഒഴിയുമെന്നാണ് മോഹൻലാൽ ആദ്യം കരുതിയത്. എന്നാൽ രാജിയില്ലെന്നും കേസിനെ നേരിടുമെന്നാണ് ബാബുരാജിന്റെ ഇപ്പോഴത്തെ നിലപാട്. ഇത് അമ്മയിലെ പ്രതിസന്ധി രൂക്ഷമാക്കുന്നു. യുവതിയുടെ വിശദമൊഴി ഇനി അന്വേഷണത്തിന് നിയോഗിച്ച പ്രത്യേക സംഘം രേഖപ്പെടുത്തും. അതിനുശേഷം ഗുരുതര വകുപ്പുകളിൽ FIR ഇടും. മലപ്പുറം SP-യുടെയും മൊഴിയെടുക്കും. ഈ മൊഴിയിലൂടെ അതിശക്തനായ സാക്ഷിയെയും പോലീസിന് കിട്ടും. അതുകൊണ്ട് തന്നെ ബാബുരാജിന് മുന്നിൽ കുരുക്ക് മുറുകുകയാണ്. SP-യുടെ സാക്ഷ്യമുള്ളതിനാൽ ബാബുരാജിന് മുൻകൂർ ജാമ്യം കിട്ടാൻ പോലും സാധ്യത കുറവാണ്. ആലുവയിലെ വീട്ടിൽ വിളിച്ചു വരുത്തിയായിരുന്നു ലൈംഗിക അതിക്രമമെന്നും യുവതി പറഞ്ഞു. സംവിധായകനും സ്ക്രിപ്റ്റ് റൈറ്ററും വരുന്നുണ്ട്. അവരുമായി കൂടിക്കാഴ്ച നടത്തണം. സിനിമയിലുടനീളം മികച്ച റോളുകളാണുള്ളതെന്നും ബാബുരാജ് പറഞ്ഞു. ബാബുരാജിനെ വിശ്വാസമായതുകൊണ്ടാണ് വീട്ടിൽ പോയത്. എന്നാൽ വീട്ടിലെത്തിയപ്പോൾ ബാബുരാജ് മാത്രമാണ് ഉണ്ടായിരുന്നത്. സംവിധായകനും മറ്റും വരുന്നുണ്ട്, കാത്തിരിക്കൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വിശ്രമിക്കാൻ മുറി തന്നു. പിന്നീട് ഭക്ഷണം കഴിക്കാനെന്ന വ്യാജേനെ വാതിൽ തട്ടി വിളിച്ചു. തുറന്നപ്പോൾ മുറിയിൽ കയറി ബാബുരാജ് വാതിലിടിച്ച് പീഡിപ്പിക്കുകയായിരുന്നു. അതൊരു ബലാത്സംഗം തന്നെയായിരുന്നുവെന്നും അവർ പറഞ്ഞു. ആരോപണം ബാബുരാജ് നിഷേധിച്ചു. അന്ന് വെള്ളപ്പൊക്ക സമയമായിരുന്നു എന്നും തനിക്കെവിടെ വീടില്ലെന്നും ബാബുരാജ് വ്യക്തമാക്കുന്നു. പരാതി പറയുന്ന സമയത്ത് ആളുകൾ എവിടെയെന്നാണെന്ന് മൊബൈൽ ടവർ ലൊക്കേഷൻ നോക്കിയാൽ അറിയാമെന്നും ബാബുരാജ് പറഞ്ഞു. താൻ അമ്മ സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് വരുന്നത് തടയുന്നതിന് വേണ്ടിയാണ് ആരോപണം ഉന്നയിക്കുന്നതെന്നും ബാബുരാജ് പറഞ്ഞു. യുവതി മുഖം മറയ്ക്കാതെ പുറത്തു വരണമെന്നും ബാബുരാജ് ആവശ്യപ്പെട്ടു. ബാബുരാജിന്റെ ഈ പ്രസ്താവനയും നിയമലംഘനമാണ്. ഇരയ്ക്ക് പേരും വിവരവും രഹസ്യമായി സൂക്ഷിക്കാനുള്ള നിയമപരമായ അവകാശമുണ്ട്. ഇതിനെയും ബാബുരാജ് ചോദ്യം ചെയ്യുകയാണ്. താൻ ഇന്ന് സിനിമയിലില്ലെന്നും ഭർത്താവുമൊത്ത് കുടുംബസമേതം കഴിയുകയാണെന്നും പരാതിക്കാരിയായ യുവതി പറഞ്ഞു. ഭർത്താവ് നൽകിയ ആത്മവിശ്വാസവും ധൈര്യവുമാണ് തനിക്ക് പരാതി നൽകാൻ ശക്തി നൽകിയതെന്ന് അവർ പറയുന്നു. ജൂനിയർ ആർട്ടിസ്റ്റ് സ്റ്റേഷനിൽ എത്തിയ കാര്യം DCPയും സ്ഥിരീകരിച്ചു. താൻ ആരോപണം ഉന്നയിച്ചതിനെ തുടർന്ന് അന്വേഷണ സംഘത്തിലുള്ള DGP തന്നെ ഫോണിൽ വിളിച്ചിരുന്നുവെന്നും മൊഴി നൽകുമെന്നും ജൂനിയർ ആർട്ടിസ്റ്റ് പറഞ്ഞു.